എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. വലിയ ഉറക്കത്തിലേക്കൊന്നും പോവില്ല. പിന്നെ കാപ്പിയോ ചായ മറ്റോ ഇപ്പൊ വല്ലതും വേണോ? ഏയ് ഒന്നും വേണ്ട. അല്ല, ഞാൻ അതിനൊക്കെ വേണ്ടിയാ ഇവിടെ നിൽക്കുന്നത്. അതൊന്ന് ഓർത്താ മതി. ഞാൻ രാവിലെ മുതൽ ശാന്തച്ചി ശ്രദ്ധിക്കുന്നു. എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഏയ് പൊന്നിക്ക് തോന്നുന്നതാ. ഞാനേ ഇവിടെ ഒന്ന് ഓർക്കട്ടെ. കുറുക്കുണ്ടാക്കിയായിരുന്നു പൊന്നി? ചിലപ്പോ വിശക്കുന്നുണ്ടായിരിക്കും, അതാ ചെറിയ ചിണങ്ങലൊക്കെ. ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. കുഞ്ഞുവാവേ, കൂർക്ക് ഇപ്പൊ കൊണ്ടുവരാമേ. ഉമ്മ. എന്താടി നിനക്ക് ഫോൺ എടുക്കാൻ ഒരു മടി? അത് പിന്നെ കൊച്ചു നല്ല കരച്ചിലായിരുന്നു. അത് കരയട്ടെ. കരയാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ കരയും. അതിന്റെ കരച്ചിലല്ലേ നിന്റെ കൂലി. അത് കരയാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ശല്യം ഇല്ലായിരുന്ന കുട്ടിയായിരുന്നെങ്കിലേ നിന്നെ കളക്ടർ അതിനെ നോക്കാൻ വിളിക്കില്ലായിരുന്നല്ലോ. ഇല്ല. എനിക്ക് നല്ല പേടിയുണ്ട്. നീ എന്തിനാടി പേടിക്കുന്നേ? നീ അറിയാതെയാണ് അവിടുന്ന് കൊച്ചിനെ നഷ്ടപ്പെട്ടതെന്ന് അവിടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടാ പോരെ? അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? നിന്നെ കെട്ടിയിടും, എന്നിട്ട് നിന്റെ വായിൽ തുണി തിരികെ കയറ്റും, എന്നിട്ട് കൊച്ചിനെ ഇങ്ങ് എടുത്തോണ്ട് പോരും. അപ്പൊ പിന്നെ നിന്നെ ആരും സംശയിക്കത്തില്ലല്ലോ. അങ്ങനെയൊന്നും ഇതിനകത്ത് നടക്കത്തില്ല. ഒരു ചെറിയൊരു ശബ്ദം കേട്ടാ മതി, സത്യമേ രാഘവൻ സാറും ഉണരും. രാഘവൻ സാറിനാണെങ്കിൽ രാത്രി ഉറക്കമില്ല. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? നടക്കും. ഇന്ന് ഞാൻ നടത്തും. നടക്കണം. ദേ ഞാൻ വന്ന് വിളിക്കും. അപ്പോ എനിക്ക് ആ കുഞ്ഞിനെ കൊണ്ട് തന്നേക്കണം. പറഞ്ഞത് കേട്ടല്ലോ. ഞാനിപ്പോ ഉടനെ വരും. ഹലോ ഹലോ. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ശരിയേച്ചി, ആലോചിച്ചിരിക്കാതെ ഇത് കഴിച്ചേ. ഒരു വാ. എനിക്ക് വിശപ്പില്ല, വേണ്ട. നാളെ ഓപ്പറേഷന്റെ കാര്യം ഓർത്തിട്ടാണോ ഇപ്പൊ ഈ വിഷമിച്ചിരിക്കുന്നേ? ഏയ്, അതോർത്തിട്ടുള്ള പേടിയൊന്നും എനിക്കില്ല. എന്റെ മോള്, ആ ഒരു വിഷമേ ഉള്ളൂ. ശാരിയേച്ചിക്ക് മോൾക്ക് ഒന്നും സംഭവിക്കില്ല. എല്ലാം ചേച്ചിയുടെ ഓരോരോ തോന്നലുകളാ. എന്റെ തോന്നലുകള് അതെല്ലാം പിന്നീട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പണം ഉണ്ടാക്കാനായി എന്തെങ്കിലും കടുകൈ അച്ഛൻ കാണിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അച്ഛൻ അതുപോലെ തന്നെ ചെയ്തില്ലേ? അച്ഛൻ എന്തിനും ആദ്യം തിരഞ്ഞെടുക്കുന്നത് തെറ്റായ വഴിയാ. അമ്മ ഉണ്ടായിരുന്നപ്പോ പല കാര്യങ്ങളിൽ നിന്നും അച്ഛനെ പിന്തിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ നമ്മള് മക്കളായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മ അച്ഛനെ അത്രയധികം മൂക്കയറിട്ട് തന്നെയാ നമ്മുടെ കൂടെ നിർത്തിയിരുന്നത്. എന്നിട്ടും അച്ഛൻ അച്ഛൻ്റെ വഴി തേടി പോയില്ലേ? ഇനിയിപ്പോ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ശരിയാവുമായിരിക്കും. അങ്ങനെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതുകൊണ്ടാ ജാമ്യത്തിനുള്ള വഴി നോക്കുന്നത്. ചേച്ചി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. ദേ ഈ കഞ്ഞി കുടിച്ചേ. എനിക്ക് വേണ്ട മോള്. എന്താ ചേച്ചി? നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ കുടിക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്താ പിന്നെ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
ഓപ്പറേഷന് മുന്നേ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം ശാലിനി. ഇല്ലെങ്കിൽ ഓപ്പറേഷന് ഞാൻ സമ്മതിക്കില്ല. ദേ, ഈ നിസാര കാര്യത്തിനൊന്നും ഇങ്ങനെ വാശി പിടിക്കല്ലേ. മോളെ നമുക്ക് നാളെ രാവിലെ തന്നെ കാണാം. അപ്പോ രാവിലെ കൊണ്ടുവരുമോ? ശാന്തേച്ചിയോട് പറയാം രാവിലെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. അവൾക്ക് നല്ലൊരു ഉടുപ്പും കൂടി എടുക്കണം ശാലിനി. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവളുടെ ഉടുപ്പ് കൊണ്ട് അലമാരയുടെ ഒരു ഭാഗം തന്നെ നിറഞ്ഞിട്ടുണ്ട്. അവളെ ഗർഭിണിയായിരിക്കുമ്പോ മനസ്സിൽ കണ്ടൊരു ഉടുപ്പാ. ഈ തോളിലൊക്കെ ഞൊറിവൊക്കെ വെച്ചിട്ടുള്ള നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ഉടുപ്പ്. അതിട്ട് അവളെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അതിനെന്താ, അത് നമുക്ക് നാളെ റെഡിയാക്കി എടുക്കാം. ശാലിനി, ആ ശിവനോ, വരൂ. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ശാലിനി അവിടെ കണ്ടില്ല. നാളെ ഓപ്പറേഷൻ ആണല്ലോ, ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ഒരു ടെൻഷനും വേണ്ട, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഞാൻ പുറത്തുണ്ടാവും. ആ ദേ, ചേച്ചി സുഖമായിട്ട് ഉറങ്ങിക്കോ. മോളെ ഞാൻ രാവിലെ കൊണ്ടുവന്ന് കാണിക്കാം, ഉറപ്പായിട്ടും. അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അച്ഛനും വേലായുധേട്ടനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണെന്നേ. പക്ഷേ അതിങ്ങനൊരു കാര്യം ചെയ്യാനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എൻ്റെ അച്ഛനൊക്കെ. അതിനുശേഷമുള്ള വരും വരായികളൊന്നും ചിന്തിക്കേയില്ല. അല്ല, ശിവൻ പോകുന്നില്ലെങ്കിൽ ഇന്നിപ്പോ എവിടെയാ കിടക്കുന്നത്? ഞാൻ ആ റിസപ്ഷന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടിയിൽ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. വലിയ ഉറക്കത്തിലേക്കൊന്നും പോവില്ല. പിന്നെ കാപ്പിയോ ചായ മറ്റോ ഇപ്പൊ വല്ല വേണോ? ഏയ്, ഒന്നും വേണ്ട. അല്ല, ഞാൻ അതിനൊക്കെ വേണ്ടിയാ ഇവിടെ നിൽക്കുന്നത്. അതൊന്ന് ഓർത്താ മതി. ഞാൻ ഓർത്തോളാം. ശരി.